അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ടൊരു പരാതിയും രേഖാമൂലം പരാതി വന്നിട്ടില്ല എന്നാണ്. റിനി തന്നെ, നടിയായിട്ടുള്ള മാധ്യമപ്രവർത്തകയായിട്ടുള്ള റിനി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും MLA സ്ഥാനവും എല്ലാ സ്ഥാനവും കൊടുത്തത്. അതിന് ശേഷമാണ് ഒരു തരത്തിലും ഒരു അനുകൂല നിലപാടുണ്ടാവാത്തത് കൊണ്ടാണ് അവർക്ക് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നതെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നത്. ആ മറുപടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ അടുത്ത് നേരിട്ട് പരാതികളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആ സംഘടനയിൽ ഉണ്ടായിരുന്ന സമയത്ത് 2022 ഫെബ്രുവരി 9 ഒരു ഷഹനാസ് MA എന്ന് പറയുന്ന ഒരു യുവതി, കോൺഗ്രസ്സുകാരിയായിട്ടുള്ള അവർ ഒരു പരാതി നേരിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ പോയി നേരിട്ട് പരാതി കൊടുത്തത് എൻ്റെ അറിവിലുള്ള കാര്യമാണ്. ഷാഫി പറമ്പിലിനോട് നിരന്തരം പരാതി പറഞ്ഞിട്ടും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ, ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്കെതിരെയല്ല, മറ്റൊരു വ്യക്തിക്കെതിരെയുള്ള പരാതിയാണ്. അത് നിരന്തരം ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടും നടപടി എടുക്കുന്നില്ല എന്ന് എന്നോട് അദ്ദേഹം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കാണണം, നേരിട്ട് പരാതി കൊടുക്കണമെന്ന് എൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ടത്. അന്നേ ദിവസം ആശുപത്രിയിൽ അവരുടെ ഭർത്താവ് ആശുപത്രിയിലായിരുന്നു. അവർക്ക് വരാൻ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാലും പ്രതിപക്ഷ നേതാവിനെ കണ്ടാൽ അവരനുഭവിക്കുന്ന ഒരു ട്രോമയും അവരനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടും കാരണം പ്രതിപക്ഷ നേതാവിനെ കാണാൻ അന്നേ ദിവസം അവസരം കിട്ടിയപ്പോൾ നേരിട്ട് വന്ന് പരാതി കൊടുത്തതാണ്. ആ പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് അതിൽ നടപടി ഉണ്ടാകും, ഞാനാണ് പറയുന്നത്, എൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ തോളിൽ തട്ടി പറഞ്ഞയച്ചതാണ്. പക്ഷേ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ള ആളോടൊപ്പം സന്തത സഹചാരിയായിട്ടുള്ള അയാളുടെ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരാൾക്കെതിരെയുള്ള പരാതിയാണ്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഓരോ ദിവസവും ഓരോ പരാതി എന്നതിൽ മാറി ഓരോ സെക്കൻഡിലും ഓരോ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ വിമൻ്റെ ഒരു പരാതി വന്നു. എനിക്കിതെല്ലാം കണ്ടിട്ട് മനസ്സിലാകുന്ന അദ്ദേഹം ഒരു സൈക്കോപാത്തായിട്ടുള്ള ഒരാളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ഈ MLA സ്ഥാനം രാജിവെപ്പിച്ച് അദ്ദേഹത്തെ കൃത്യമായ ചികിത്സ നൽകണം. ഒന്നുകിൽ അയാൾ ഒരു ക്രിമിനലാണ്, അല്ലെങ്കിൽ അയാളൊരു കൃത്യമായ ഒരു ലൈംഗിക രോഗത്തിന്, ഒരു മാനസിക രോഗത്തിന്, വൈകൃതത്തിന് അടിമയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ കൃത്യമായി ഈ MLA സ്ഥാനത്ത് അയാൾ ഇരിക്കുമ്പോൾ നിരവധി പെൺകുട്ടികൾക്ക് അയാളുടെ അടുത്ത് പോകേണ്ടി വരും, അപേക്ഷകൾ കൊടുക്കേണ്ടി വരും. വിദ്യാർത്ഥിനികൾക്കും അതുപോലെ വീട്ടമ്മമാർക്കും ഒക്കെ MLAയെ കാണേണ്ടി വരും. ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റി ഈ പാലക്കാടിൻ്റെ അഭിമാനം രക്ഷിക്കുന്നതിന് വേണ്ടി അയാളെ കൃത്യമായി ചികിത്സയ്ക്ക് വിധേയമാക്കണം. അത് ഈ ഷാഫി പറമ്പിലും VD സതീശനും മുൻകൈ എടുക്കണം. അവർ രണ്ടുപേരാണ് ഇയാളെ ഒരിക്കലും ഇങ്ങോട്ട് പറഞ്ഞയക്കരുത് എന്ന് K മുരളീധരനും പാലക്കാട് DCCയും അന്ന് യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്ന പല ആളുകളും പാലക്കാട്ടേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അയാളെ കൊണ്ടുവന്നത് ഈ ഷാഫി പറമ്പിലും VD സതീശനുമാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും, ഈ പരാതികളെല്ലാം അറിഞ്ഞിട്ടും, ഷാഫി പറമ്പിൻ്റെ അടുത്തും നിരവധി തവണ പരാതികൾ വന്നിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടും അയാളെ ഇതിനെല്ലാം സൗകര്യമൊരുക്കി കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന ഈ കാര്യങ്ങൾ, ഈ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുടെ വീട്ടുകാർക്കല്ല, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം VD സതീശനും ഷാഫി പറമ്പിലാണ്. അയാളെ ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഇവർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.